ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഗ്യാസും വിറകൊന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ടൊരു രസമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ജീരകം എടുത്തു, പിന്നെ ഒരു പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് ഉപ്പ്, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ചതച്ചെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ ചതയണം കേട്ടോ. ഇതാ ഇതേ രീതിയിലൊന്ന് ചതച്ചെടുക്കണം, നന്നായി ചതയണം. ഇനി നമുക്ക് അതിലേക്ക് ഒരു 10-15 ചുവന്നുള്ളി, ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്, വലുതാണെങ്കിൽ ഒരു 10 എണ്ണമൊക്കെ മതിയാവും കേട്ടോ. ഇതും നല്ല രീതിയിൽ ചതച്ചെടുക്കുക. പിന്നെ നമ്മൾ അതിൽ ചേർക്കണത് മല്ലിയിലയാണ് കേട്ടോ. അത് തണ്ടോട് കൂടെ അതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുക, അതും നന്നായി ചതയ്ക്കുക. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യമായ പുളിവെള്ളം ഇവിടെ റെഡിയാക്കിക്കൊണ്ട് അത് ഒരു അരിപ്പേക്കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ ചതച്ച് വെച്ചുല്ലോ, ആ കൂട്ടെല്ലാം കൂടെ നമ്മൾ ഈ പുളിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് എത്ര ക്വാണ്ടിറ്റി രസം വേണോ അതിനനുസരിച്ച് വെള്ളവും നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടുമ്പോൾ പുളിയുടെ അളവും കൂടണം കേട്ടോ, അത് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് കുറച്ച് ചുവന്നുള്ളി വേറെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്നു, അതും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ശർക്കര, ബെല്ലാണ് കേട്ടോ ഞാൻ അതിൽ ചേർത്ത് കൊടുക്കുന്നത്, അതും അതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രസത്തിന് ഒന്നും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുമേ. ഇനി കുറച്ച് കറിവേപ്പില, അതും നമ്മളൊന്ന് കൈകൊണ്ടൊന്ന് പിച്ചി ചീന്തി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അതിലേക്ക് ഇടേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ചേർത്ത് കൊടുത്താൽ നമ്മുടെ രസം ഒന്നും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ ഇത്രയും ഷോർട്ടേജ് വരുന്ന സമയത്ത് ഗ്യാസ് ഒന്നും യൂസ് ചെയ്യാതെ എന്നാൽ ടേസ്റ്റിന് ഒട്ടും കുറവില്ലാതെ അടിപൊളി ആയിട്ട് ഈ രസം നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.